ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാവുന്നത്? എം എസ് ധോണി ആയിരിക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? നമ്മുടെ പിണറായി വിജയൻ. ഒരു പ്രതീക്ഷയില്ല മോളെ. രാഹുൽ ഗാന്ധി ആവണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അവർ ഓരോരുത്തരായിട്ട് BJP ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തിരഞ്ഞെടുത്ത് വേണ്ടിയിട്ട് കാര്യമില്ല. മോഡി വരാൻ പാടില്ല. ചാൻസ് കുറവാണ്. നല്ലൊരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും പേര് പറയാം. രാഹുൽ ഗാന്ധി പറയാൻ ദൈവത്തിന് അറിയാവും. ഇത്തവണ ആര് ഭരണം പിടിക്കും? ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? അപ്പൊ ഇന്നത്തെ ഒറ്റ ചോദ്യം, അടുത്ത പ്രധാനമന്ത്രി ആര്? ഒറ്റ ചോദ്യം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. ആരായാലും ജയിക്കുന്ന ആൾ പ്രധാനമന്ത്രി ആവും. അതായത് നമുക്ക് ഇപ്പോഴും പറയാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജനങ്ങളാണല്ലോ വിലയിരുത്തുന്നത്, അപ്പൊ അവര് തന്നെ തീരുമാനിക്കട്ടെ. അടുത്ത പ്രധാനമന്ത്രിയുടെ കാര്യം നമുക്ക് ഒന്നും വടക്കേ ഇന്ത്യ ആർക്ക് കിട്ടുമോ അവരുടേതായിരിക്കും. ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? അറിയത്തില്ല, എന്നാലും ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് അറിഞ്ഞൂടാ, അറിയില്ല. ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി ആവുന്നത്? പ്രധാനമന്ത്രി അടുത്ത പ്രധാനമന്ത്രി അങ്ങനെ ചോദിച്ചാ ആരാവണമെന്നാണ് ആഗ്രഹം? ആരാണെന്ന് ചോദിച്ചാ അളിയ അടുത്ത ആരാവണം പ്രധാനമന്ത്രി? അളിയന്റെ അഭിപ്രായം വേണ്ട, നിന്റെ അഭിപ്രായം മതി. എൻ്റെ അഭിപ്രായം അമ്മാരുടെ അഭിപ്രായമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അവർ ഓരോരുത്തരായിട്ട് BJP ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തിരഞ്ഞെടുത്ത് വേണ്ടിയിട്ട് കാര്യമില്ല. ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? ആരായാലും കൊള്ളാം. അടിപൊളി. ആരായിരിക്കും ഇനി പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്? എനിക്കറിയില്ല. ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്കറിയില്ല. ആരൊക്കെ ഇലക്ഷനിൽ നിൽക്കുന്നത്? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? നമ്മുടെ പിണറായി വിജയൻ. എന്താ പ്രധാന? നമ്മുടെ നരേന്ദ്രമോദിയാണോ ചോദിച്ചേ? ഓക്കെ ശരി, ഞാനിവിടെ അല്ല, ഞാൻ പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർക്കാനെ. ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി ആവുന്നത്? എം എസ് ധോണി ആയിരിക്കും. അല്ല, ഇപ്പോഴും ഇലക്ഷനിലാണോ? BJP ജയിക്കുമായിരിക്കും. പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണിയുടെ ആരെങ്കിലും ആവും. മോഡി വരാൻ പാടില്ല. മോഡി വന്നാൽ രാജ്യത്തിന് വിഭജിച്ച് ആകെ കുഴപ്പമാണ്. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം രാജ്യം കാണില്ല, പിന്നെ ഭാരതം കാണും. പിന്നെ ഏകാധിപത്യ ഭരണമല്ലേ ഇപ്പം ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മോഡി വരാൻ പാടില്ല. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെയാവും. നരേന്ദ്രമോദി തന്നെ. അടുത്ത ആരായിരിക്കും പ്രധാനമന്ത്രി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും. ഒരു പ്രതീക്ഷയില്ല മോളെ. രാഹുൽ ഗാന്ധി വരണയാണ് ഇഷ്ടം. നല്ലപോലെ ആരായാലും കുഴപ്പമില്ല. നരേന്ദ്രമോദി വർമ്മ അതാ രാഹുൽ ഗാന്ധി വർമ്മയാ? യാര് വരും? അത് മക്കൾ തീരുമാനിക്കട്ടെ, നമ്മൾ പറഞ്ഞ കാര്യമില്ല. ആരായാലും നമ്മൾ ജോലി ചെയ്താലേ ജീവിക്കാവൂ. അത്രയേ ഉള്ളൂ. മോദി തന്നെ ആയിരിക്കുള്ളൂ. കാരണം എന്താ? കാരണം പുള്ളിനെ തോൽപ്പിക്കാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ തോന്നണല്ല ഉണ്ടെന്ന്. തോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചാൻസ് കുറവാണ്. ഞാൻ BJP ഒന്നല്ല കേട്ടോ. നരേന്ദ്രമോദി തന്നെ വരും. കാരണം എന്താ? കാരണം അങ്ങനെ കുഴപ്പക്കാരനല്ല. अगला प्रधानमंत्री कौन बनेगा? कौन बनेगा वो इलेक्शन का बाद में मालूम पड़ेगा ना. अभी तो देखो, अभी राहुल जी आ सकता है, अभी मोदी भी आ सकता है. राहुल गांधी. രാഹുൽ ഗാന്ധി ആവണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. എനിക്കത് പറയാൻ ദൈവത്തിന് അറിയാവും. മോഡി നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂലല്ലോ. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നരേന്ദ്രമോദി ആവണമെന്നാണ് എൻ്റെ വിശ്വാസം. ആരായിരിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അടുത്ത പ്രധാനമന്ത്രി മോദി തന്നെ ആയിരിക്കും മിക്കവാറും. നരേന്ദ്രമോദി തന്നെ. നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിജി തന്നെ. പറയാൻ പറ്റില്ല. ഏതായാലും ജനാധിപത്യത്തിലുള്ള ഒരു സംവിധാനത്തിലുള്ള ഒരാൾക്ക് പറഞ്ഞു അതേ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി. പറയാൻ പറ്റില്ല. ഇവര് രണ്ട് പാർട്ടിയും മാറി വരുന്നുണ്ട്. വേണ്ട, ഇനി BJP തന്നെ വരണം. അതൊന്നും പറയാക്കൂല. ആര് വരണമെന്ന് ആഗ്രഹം? ആരും വരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ലേ നടക്കണത് ഇവിടുത്തെ കാര്യങ്ങൾ. എന്താ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. രാഹുൽ ഗാന്ധി ആവും. കോൺഗ്രസ്. രാഹുൽ ഗാന്ധി. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ശശി തരൂരിനെ സ്പോൺസർ ചെയ്യുന്നു. അത് പറയാൻ നോക്കൂല മോളെ. നരേന്ദ്രമോദി. ഒന്നും പറയാനില്ല. നരേന്ദ്രമോദി ആയിരിക്കും. നരേന്ദ്രമോദി. കണ്ടറിയാം. അമിത്ഷാ വരും. എന്തിനു പറയേ, നല്ല ഭരണമല്ലേ ഇപ്പോഴത്തെ നടക്കുന്നത്. 46 ഇയേഴ്സിനെയൊക്കെ ഓപ്പോസിഷൻ ഇല്ല, അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി തന്നെയായിരിക്കും. നല്ലൊരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും പേര് പറയാമായിരുന്നു. മാക്സിമം മോഡി വരുമ്പോൾ തോന്നുന്നില്ലേ? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആവണമെന്നാണ്. ഒറ്റ ചോദ്യം,